30 കഴിഞ്ഞ 30 വർഷം കഴിഞ്ഞ കേരളത്തിലെ എല്ലാ ഡാമുകളും ഡീകമ്മീഷൻ ചെയ്യണം പറഞ്ഞു. കേരളം അത്രയുമുള്ളൊരു ചെറിയ സ്ഥലമാണ്. കേരളത്തിൻ്റെ റിസോഴ്സസ് ഒന്നും ജനങ്ങളുടെ സ്വത്തല്ല. അത് കാലാകാലങ്ങളിൽ ഭരണത്തിൽ കയറുന്ന രാഷ്ട്രീയക്കാരുടെ സ്വത്തായിട്ട് മാറുന്നു, അവരുടെ ബിനാമികളുടെ സ്വത്തായിട്ട് മാറുന്നു. 8-10 കോടി രൂപ മേടിച്ചിട്ട് ഒരു തർക്കം ഒരാൾ ഉന്നയിച്ചപ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാതെ മിണ്ടാണ്ടിരിക്കുക എന്നുള്ള കാര്യമാണ് കേരളത്തിൻ്റെ വക്കീൽ ചെയ്തത്. മുണ്ടക്കൈയിൽ അങ്ങനെയാണ്. കാലം അങ്ങോട്ട് പോയി, കൈ ഇങ്ങോട്ട് പോയി, ശരീരം 4 ദിവസത്തേക്ക് പോയി, മരിച്ചത് പോലും അവരറിഞ്ഞിട്ടില്ല. അതാണ് മുല്ലപ്പെരിയാർ ഡാമൊക്കെ തകർന്നാലുണ്ടാകുന്നത്. ജലത്തിൻ്റെ ശക്തി കൊണ്ട് ഛിന്ന ഭിന്നമായി പോകും. ഇവിടെ മനുഷ്യ മതിൽ തീർത്ത ജനങ്ങളാണ്. അവരവിടെ പോയി. ഇപ്പോൾ എന്താ മനുഷ്യ മതിൽ തീർക്കാത്ത? കേരളം 2ആയിട്ട് വിഭജിക്കുന്ന ഇവർക്ക് തോന്നിയാസമല്ലേ? കേരളം മൊത്തത്തിൽ പോകും. ഈ ക്രൂഡ് ഓയിലും ഒക്കെ കടലിൽ വീണ് വിഷവാതകവും വന്ന് ഇറാനിൽ നിന്ന് പ്രകൃതിവാതകം ഇന്ത്യയിൽ കൊണ്ടുവരുന്നു. അത്രയും ബുദ്ധിമുട്ടുണ്ട് തൊട്ടടുത്ത തമിഴ്നാട്ടിലേക്ക് നമുക്ക് വെള്ളം കൊടുക്കാനായിട്ട്. ഇത് അവിടെ മനുഷ്യനെ കയറ്റാത്തത് എന്താ? ഈ ചതുപ്പ് കാണും. ഡാമിൻ്റെ മുമ്പിൽ ഈ സുർക്കി ഒലിച്ചു വന്ന് 130 വർഷം കൊണ്ട് ഈ ചുണ്ണാമ്പും മണലും ഒക്കെ ഒലിച്ചിറങ്ങി ചതുപ്പ് രൂപപ്പെട്ട ഒരു ആന ഇറങ്ങി താന്നു പോകും. പിന്നെ ഞാൻ പറയാം, എല്ലാവരും തമിഴൻ്റെ കാര്യമാണ് പറയണത്. നമ്മുടെ ജീവനല്ലേ അതിനേക്കാളും വലുത്? കൃത്യമായിട്ട് പെനിക്കുക്കിൻ്റെ അസിസ്റ്റൻ്റ് ഡാം മാനുവലിൽ എഴുതി വെച്ചത് നിഷേധിച്ചുകൊണ്ട് ഇവർക്ക് തോന്നണയൊക്കെ പറയാണ്. ജനങ്ങളെ അങ്ങ് അതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് ഇവർ സംഭവിക്കും എന്ന് പറയുമ്പോൾ പിൻവാങ്ങാനും, ഇവരിപ്പോൾ പൊട്ടു എന്ന് പറയുമ്പോൾ മനുഷ്യമതിൽ തീർക്കാനും നടക്കുന്ന ജനങ്ങളെക്കുറിച്ച് എന്ത് പറയാനും? ലോകത്ത് ഇങ്ങനെ എവിടെയെങ്കിലും ജനങ്ങളുണ്ടോ? ഒരു വിഭാഗം ആളുകൾക്കൊരു ചിന്തയുണ്ട്. കാരണം ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല, ഇതിന് ഇടുക്കി ഡാം തടഞ്ഞു നിർത്തുന്നുള്ള ഗവൺമെൻറ്റിൻ്റെ ഒരു വാക്ക്, അത് വിശ്വസിച്ചിരിക്കുന്ന ഒരു വിഭാഗം പാർട്ടിക്കാരും. മറ്റൊരു വിഭാഗം എന്ന് പറയുന്ന മലയാളികൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 3 ജില്ലയെ പോവുള്ളൂ, ഞങ്ങൾ ബാധിക്കില്ല എന്ന് പറയുന്ന സ്വാർത്ഥരായ ഒരു കൂട്ടം ആളുകൾ നമുക്കിടയിലുണ്ട്. അപ്പം പക്ഷെ സാറ് മുൻപൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് പോലെ ഇതിൻ്റെ വ്യാപ്തി എത്രത്തോളാണെന്ന് അവർക്ക് അറിയില്ല. അതൊരു വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ കാര്യത്തിൽ. അതിനെപ്പറ്റി എനിക്ക് ആധികാരികമായിട്ട് അറിയില്ല, സാറിന് തന്നെ പറയാൻ പറ്റുള്ളൂ. അത് ഈ ഡാം നിലനിൽക്കുന്നത് സീസ്മിക് ഏരിയയിലാണ്, സീസ്മിക് സോണിലാണ്. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ അടിയിലൊരു ഭൂഗർഭ വിള്ളൽ കണ്ടെത്തിയിട്ടുണ്ട്. മുല്ലപ്പെരിയാർ ഡാം നിലനിൽക്കുന്നത് കൊടൈക്കനാൽ ഭ്രംശമേഖലയുടെ അടുത്താണ്. ഒരു 18-17 കിലോമീറ്റർ അടുത്താണ്. ഒരു വലിയ ഭൂകമ്പത്തിൻ്റെ സാധ്യതയുള്ള പ്രഭവകേന്ദ്രമായ കൊടൈക്കനാൽ ഭ്രംശമേഖലയുടെ അടുത്താണ് മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത്. മുല്ലപ്പെരിയാർ ഡാം സെൻറ്റർ ചെയ്തുകൊണ്ട് 200 കിലോമീറ്റർ ഏരിയയിൽ 22 എപ്പി സെൻറ്റേഴ്സ് ഉണ്ട്. ഇനി ഇതിൽ കൂടുതൽ എന്താ വേണ്ട ഒരു ഡാം തകരാനായിട്ട്? ഭൂകമ്പങ്ങൾ അതിജീവിച്ച് ഡാം, ഞാനൊരു ഭൂകമ്പം വന്നാലും തകരില്ല എന്നും പറഞ്ഞ് ബലം പിടിച്ച് നിൽക്കും. ഒരു ഡാമും നിൽക്കില്ല, ഒരു മനുഷ്യനിർമ്മിതി നിൽക്കില്ല. അത് മാത്രമല്ല, ഇവിടെ 84 ഡാംസ് ഉണ്ടാക്കി വെച്ചിട്ട് അതിതീവ്രത ഭൂകമ്പ സാധ്യതയുള്ള 3rd സോണിലേക്ക് കേരളം മൊത്തത്തിൽ വന്നു. ഡാം ഇൻഡ്യൂസ്ഡ് എർത്ത് ക്വേക്സ് എന്ന് പറയും. അതായത് വെള്ളം കെട്ടി നിർത്തുമ്പോൾ ഭൂമിയുടെ അടിത്തറ ഇളകും. വെള്ളത്തിൻ്റെ മർദ്ദമുണ്ട്. 64 സ്ക്വയർ കിലോമീറ്റർ സ്ഥലത്ത് മുല്ലപ്പെരിയാർ ഡാം വെള്ളം കെട്ടി നിർത്തിയിരിക്കുന്നു. ഏരിയയിൽ വെള്ളം കെട്ടി നിർത്തിയിരിക്കുന്നു 64 സ്ക്വയർ കിലോമീറ്റർ. അത്രയും സ്ഥലത്ത് വെള്ളം കെട്ടി നിർത്തിയാൽ വെള്ളത്തിൻ്റെ മർദ്ദം എന്തൊരു ഭീകരമാണ്. ആ മർദ്ദം ഭൂമിയുടെ അടിത്തറ ഇളക്കും. അങ്ങനെ തന്നെയാണ് ഇടുക്കിയിലും. ഇടുക്കിയിൽ 65 സ്ക്വയർ കിലോമീറ്റർ. അപ്പോൾ ഇങ്ങനെ 84 ഡാംസിൻ്റെ മർദ്ദം കൊണ്ട് കേരളം 38,863 സ്ക്വയർ കിലോമീറ്റർ മാത്രമുള്ള തമിഴ്നാടിൻ്റെ 2 ജില്ലകൾ ചേർത്ത് വെച്ച ആകുന്ന കേരളം വലിയ പ്രതിസന്ധിയിലാണ്. ഇവിടെ ഒട്ടും ഭൂകമ്പങ്ങളെക്കുറിച്ച് നമ്മുടെ കാരണവന്മാർ കേട്ടിട്ടില്ല. ഇവിടെ അതിതീവ്ര ഭൂകമ്പ സാധ്യതയുള്ള 3rd സോണിലും റെഡ് സോണിലും വന്നിരിക്കുന്നു. ഇവിടെ റിക്ടർ സ്കെയിലിൽ 7 മാഗ്നിറ്റ്യൂഡ് വരുന്ന ഭൂകമ്പം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പാലക്കാട് നല്ലേപ്പള്ളി എന്ന് പറയുന്ന ഗ്രാമത്തിൽ, അത് ചിറ്റൂർ താലൂക്കിലുള്ള ഒരു ഗ്രാമമാണ്. അവിടെ 1900-ൽ 6.1 വരുന്ന ഭൂകമ്പം ഉണ്ടായി. കോയമ്പത്തൂർ ഭൂകമ്പം എന്നാണ് അറിയപ്പെടുന്നത്. അത് കോയമ്പത്തൂർ, മധുര, പൊള്ളാച്ചി ആ ഏരിയ തൊട്ട് കൊച്ചി വരെ അതിൻ്റെ അലയൊലികളുണ്ടായി. ഭൂകമ്പത്തിന് തമിഴ്നാടും കേരളമൊന്നും അതിർത്തിയൊന്നുമില്ല. അപ്പോൾ കൊച്ചി വരെ അലയൊലികളുണ്ടായി. ആ ഭൂകമ്പം 6 വർഷത്തിനുള്ളിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യുമെന്നാണ് സീസ്മോളജിസ്റ്റുകൾ പറയണേ. ആ ഭൂകമ്പം ഇനിയും ഉണ്ടായാൽ ഇവിടെ കൊച്ചിയൊക്കെ നിലനിൽക്കുമോ? ഇല്ല. അതും 6.1 വരണമെന്ന് ഇനി നിർബന്ധമില്ല. മൊത്തത്തിൽ തന്നെ 7+ വരാൻ സാധ്യതയുള്ളൊരു മേഖലയായി കേരളം മാറി. അപ്പോൾ ആ
നല്ലേപ്പിള്ളി ഭൂകമ്പം റിപ്പീറ്റ് ചെയ്യുമെന്ന് സീസ്മോളജിസ്റ്റുകൾ പറയുമ്പോൾ എങ്ങനെ നമുക്കിവിടെ ഉറങ്ങിക്കിടക്കാൻ പറ്റും ഈ ഡാമിൻ്റെ അടിയിൽ? ഒരിക്കലും പറ്റില്ല. പിന്നെ ഡാം കൺസ്ട്രക്ട് ചെയ്ത എഞ്ചിനീയർ തന്നെ പറഞ്ഞല്ലോ 50 വർഷവും. അതിൻ്റെ എക്സ്പയറി ഡേറ്റ് അത്രയേ ഉള്ളൂ. നമ്മൾ പോലും 40 വർഷമാണല്ലോ പറയുന്നത്. ഒരു ഇൻ്റർനാഷണൽ ഒരു നോംസിൻ്റെ അടിസ്ഥാനത്തിൽ 40 ഇയേഴ്സാണ് ഒരു ആവറേജ് ഡാമിൻ്റെ ഒരു ലൈഫ്. ഇപ്പോൾ ഞാൻ സുപ്രീം കോടതിയിൽ റിലയബിലിറ്റി സയൻറ്റിസ്റ്റുകൾ വന്ന് ഡാം പരിശോധിക്കണമെന്ന് പറഞ്ഞിട്ട് അവരുടെ സയൻസ് പ്രകാരം ഒരു ഡാമിൻ്റെ മാക്സിമം ലൈഫ് എന്ന് പറയുന്നത് 40 ഇയേഴ്സാണ്. ഗാഡ്ഗിൽ പറഞ്ഞത് എന്താണ്? 30 വർഷം കഴിഞ്ഞാൽ കേരളത്തിലെ എല്ലാ ഡാമുകളും ഡീകമ്മീഷൻ ചെയ്യണമെന്നാണ് പറഞ്ഞത്. കേരളം അത്രയുമുള്ളൊരു ചെറിയ സ്ഥലമാണ്. ഈ സഹ്യപർവ്വതം ഒരു ഭാഗത്ത് അറേബ്യൻ സീ, ഇതിൻ്റെ ഇടയിലുള്ള സ്ഥലമാണ് കേരളം. ഇത് ശരിക്കും എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ തന്നെയാണ് മൊത്തം കേരളം. അല്ലാതെ മലയോര കർഷകരല്ല ഇവിടെ ഇത് പ്രകൃതി നശിപ്പിക്കുന്നത്. ഇവിടെ പ്രകൃതി നശിപ്പിക്കുന്നത് 84 ഡാംസ് ഉണ്ടാക്കി വെച്ച സർക്കാരാണ്. പ്രകൃതി നശിപ്പിക്കുന്നത് ഏകദേശം 5000-ഓളം ക്വാറിക്ക് പെർമിറ്റ് കൊടുത്ത ഗവൺമെൻറ്റാണ്. ഞാൻ സുപ്രീം കോടതിയിലേക്ക് പോയി തിരിച്ചു വരുമ്പോൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഇറങ്ങുന്നതിന് മുമ്പ് ഈ ഫ്ലൈറ്റ് ഇങ്ങനെ വട്ടം കറങ്ങും. താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ എത്ര ക്വാറികളാണെന്നറിയാം ഇങ്ങനെ കുഴിച്ചു വെച്ചിരിക്കുന്നത്. കേരളം മുഴുവനും തുറന്നു കൊണ്ടുപോയി ഇപ്പോഴും അനുമതി കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതെ, നമ്മൾ പച്ചക്കറി തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങുന്നു, പഴങ്ങൾ, ഇറച്ചി, മീൻ, മുട്ട സകലതും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വാങ്ങുന്നു. കല്ല് മാത്രം വാങ്ങില്ല എന്ന് എന്തിനാണ് നിർബന്ധം പിടിക്കുന്നത്? ഈ കേരളം ഇങ്ങനെ വീണ്ടും 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 കുഴിച്ചുകൊണ്ടിരിക്കണം. എന്നിട്ട് ആരുടെ പോക്കറ്റിലേക്ക് ഈ പണം വരുന്ന? സർക്കാർ ഖജനാവിലൊന്നും വരുന്നില്ല. റോയൽറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ എമൗണ്ട്. ശരിക്കും പറഞ്ഞാൽ കല്ല് ബ്ലാക്ക് ഗോൾഡാണ്. അത് കേരളത്തിലെ ഓരോ സിറ്റീസണും അതിൻ്റെ പ്രയോജനം ഉണ്ടാവണം. അവൻ്റെ സമ്പത്താണ്. അപ്പോൾ സർക്കാർ ഖനനം ചെയ്യുക, അതിൻ്റെ പ്രോഫിറ്റ് ഖജനാവിലേക്ക് വരിക. അതിന് പകരം എന്താണ്? രാഷ്ട്രീയക്കാരുടെ ബിനാമികളോ ആണ് ഇവിടെ കോറി നടത്തുന്നത്. നമ്മുടെ സമ്പത്ത് ഈ രാഷ്ട്രീയക്കാരും അവരുടെ ബിനാമികളും ചേർന്ന് കൊള്ളയടിക്കുന്നത് കണ്ടുകൊണ്ടിരുന്നിട്ടും ഒരു വാക്ക് പ്രതികരിക്കാനോ പ്രതിഷേധിക്കാനോ കഴിവോ ശക്തിയോ ബുദ്ധിയോ ഇല്ലാത്ത ഒരു ജനമാണ്. ആ ജനത്തെയാണ് നേരത്തെ പറഞ്ഞ ആട് മാഞ്ചിയോ എന്ന് പറഞ്ഞ പോലെ. പിന്നെയുണ്ട് കരിമണൽ, നമ്മുടെ സമ്പത്താണ്. ഇവർ കുറേശ്ശെ മാന്തി വിറ്റുകൊണ്ടിരിക്കുന്നു. അതുമാത്രം മതി കേരളത്തിലെ ജനങ്ങൾക്ക് അതിസമ്പന്നരാവാൻ. പ്രകൃതിയെ നശിപ്പിക്കാതെ എടുക്കണം. ഇപ്പോൾ 1 കിലോ കരിമണലെടുത്താൽ 1 കിലോ അന്ന് തന്നെ ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ എടുക്കേണ്ടത് പ്രകൃതിയെ വേദനിപ്പിക്കാതെ എടുക്കണം. ഇത് തക്കം കിട്ടിയാൽ എന്തുമാത്രം എന്നറിയില്ല, വാരിക്കൊണ്ട് പോകും. ആര് വാരിക്കൊണ്ട് പോകും? ഒന്നെങ്കിൽ രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ അവരുടെ ബിനാമികൾ. മൊത്തം ഈ കരിമണൽ എന്ന് പറയുന്ന വലിയ സമ്പത്ത് മുഴുവനും പോകുന്നത് ഇവരുടെ കയ്യിലേക്കാണ്. ഖജനാവിൽ വന്നാൽ ജനങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകും. ഇത് എല്ലാ രാജ്യങ്ങളിലും ഗവൺമെൻറ് എങ്ങനെയുള്ള ഖനനങ്ങൾ ചെയ്യണത്? കാരണം ഇത് നാടിൻ്റെ സ്വത്താണ്, ജനങ്ങളുടെ സ്വത്താണെന്ന് അറിയാം. ഇത് കേരളത്തിൻ്റെ റിസോഴ്സസ് ഒന്നും ജനങ്ങളുടെ സ്വത്തല്ല. അത് കാലാകാലങ്ങളിൽ ഭരണത്തിൽ കയറുന്ന രാഷ്ട്രീയക്കാരുടെ സ്വത്തായിട്ട് മാറുന്നു, അവരുടെ ബിനാമികളുടെ സ്വത്തായിട്ട് മാറുന്നു. ഒരു വലിയ പരിതാപകരമാണ് ഇത്രയും റിസോഴ്സസ് ഉള്ള ഈ കേരളത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ചതി, വഞ്ചന എന്ന് പറയുന്നത്. അറിഞ്ഞു അറിയാതെ നിന്നു കൊടുക്കുകയാണ് എല്ലാവരും. അതെ. ഇപ്പോൾ ഈ മുല്ലപ്പെരിയാറും തമിഴ്നാടുമായിട്ട് ശരിക്കും എന്താണ് ഒരു ബന്ധമുള്ളത്? ഈ പലരും പറയുന്നത് ഇൻ്റർസ്റ്റേറ്റ് നദിയാണ് മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത്. അങ്ങനെയാണോ ശരിക്കും? ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഇൻ്റർസ്റ്റേറ്റ് നദിയല്ല. ഇൻ്റർസ്റ്റേറ്റ് നദി എന്ന് പറഞ്ഞാൽ അന്തർ സംസ്ഥാന നദി. അങ്ങനല്ല, കേരളത്തിൽ ഉത്ഭവിച്ച് കേരളത്തിലൂടെ ഒഴുകി അറബിക്കടലിൽ പതിക്കുന്ന ഒരു നദിയാണ്. അത് എങ്ങനെ ഇൻട്രാസ്റ്റേറ്റ് റിവറായി, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് കേരളത്തിൻ്റെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു രേഖ സൂക്ഷിച്ചിരുന്നു. ആ രേഖയിൽ പറയുന്നത് മുല്ലപ്പെരിയാർ അന്തർ സംസ്ഥാന നദിയാണെന്നാണ്, ഇൻ്റർസ്റ്റേറ്റ് റിവറാണെന്നാണ്. അന്ന് തമിഴ്നാടിന് വേണ്ടി ഹാജരായത് മിസ്റ്റർ ബോബ്ഡെയാണ്. ബോബ്ഡെ സുപ്രീം കോടതിയിൽ ഈ രേഖ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. മുല്ലപ്പെരിയാർ റിവർ ഈസ് ആൻ ഇൻ്റർസ്റ്റേറ്റ് റിവർ. ആ രേഖ കേരളത്തിൻ്റെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പുറപ്പെടുവിച്ച രേഖയാണെന്ന് പറഞ്ഞിട്ടാണ്
മിസ്റ്റർ ബോബ്ഡെ സുപ്രീം കോടതിയിൽ വാദിച്ചത്. കേരളത്തിന് പറയാമായിരുന്നു രേഖ ഞങ്ങളുടെയാണ്, അത് ഞങ്ങൾക്ക് പറ്റിയ ഒരു മിസ്റ്റേക്കാണ്. അതുകൊണ്ട് അക്കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ മുല്ലപ്പെരിയാർ റിവർ ഇൻട്രാസ്റ്റേറ്റ് റിവറാണോ ഇൻ്റർസ്റ്റേറ്റ് റിവറാണോ എന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും തർക്കം ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഒരു അഡ്വക്കേറ്റ് കമ്മീഷണറെ വയ്ക്കുക, അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ട് പാനലെ വയ്ക്കുക. എന്നിട്ട് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സർവേ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ഡിജിറ്റൽ സർവേ നടത്തിയിട്ട് ഇത് ആരുടെയാണെന്ന് കണ്ടുപിടിക്കുക. അതിന് കോടതി ഒരു ഏർപ്പാട് ചെയ്യണമെന്നല്ലേ നമ്മുടെ വക്കീൽ പറയേണ്ടത്? അതുകൊണ്ട് മിണ്ടാണ്ടിരിക്കലാണോ? ഈ വക്കീൽ മേടിക്കണ എത്രയാണ്? 8-10 കോടി രൂപയാണ്. 8-10 കോടി രൂപ മേടിച്ചിട്ട് ഒരു തർക്കം ഒരാൾ ഉന്നയിച്ചപ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാതെ മിണ്ടാണ്ടിരിക്കുക എന്നുള്ള കാര്യമാണ് കേരളത്തിൻ്റെ വക്കീൽ ചെയ്തത്. അപ്പോൾ കേരളം ആരുടെ താല്പര്യം സംരക്ഷിക്കണേ? തമിഴ്നാടിൻ്റെ താല്പര്യമാണ്. ശരിക്കും എങ്ങനെയാണ് സാർ പറയാൻ കഴിയുന്നത്? 130 കൊല്ലം പഴക്കമുള്ള ഒരു ഡാം, സുറുക്കി ഉപയോഗിച്ച് പണിതൊരു ഡാം, ശർക്കരയൊക്കെ വെച്ചാണ് പണിതിട്ടുള്ളത്, അതുകൊണ്ട് പൊട്ടില്ല എന്ന് ഒരു രാഷ്ട്രീയക്കാരൻ, ഒരു ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരാൾ വന്നിട്ട് ഇങ്ങനെ ബ്ലണ്ടർ പറയുമ്പം എങ്ങനെയാണ് അവർക്ക് ഇതിന് കഴിയുന്നത്? കാരണം ഈ സുറുക്കി എന്ന് പറഞ്ഞാൽ സിമെൻറ്റിനെയൊക്കെ ഉറപ്പുള്ള എന്തെങ്കിലും ആണോ ശരിക്കും? ഇവർ എങ്ങനെ പറയുന്നു? അതാണ് ഞാൻ പറയട്ടെ, ഈ പച്ചക്കള്ളം എങ്ങനെ ഇങ്ങനെ ജനങ്ങളുടെ മുമ്പാകെ ഒരു നേതാവിന് പറയാൻ പറ്റുന്നു എന്നുള്ളത് വിശ്വസിക്കാനാവില്ല, സഹിക്കാനാവില്ല. ഇത് കേട്ടോ തൊടാതെ വിഴുങ്ങുന്നതെല്ലാവരും. അത് ശരിക്കും പറഞ്ഞാൽ എന്താണ് സുർക്കി എന്ന് ഈ ഡാം കൺസ്ട്രക്റ്റ് ചെയ്ത എൻജിനീയർ പെനികോക്കിൻ്റെ അസിസ്റ്റൻറ്റ് ഡാം മാനുവലിൽ എഴുതി വെച്ചിട്ടുണ്ട്. സുർക്കി എന്ന് പറഞ്ഞാൽ ചുണ്ണാമ്പും മണലും വെള്ളവുമായിട്ട് കലർത്തി ഒരു നിശ്ചിത ഊഷ്മാവിൽ ചൂടാക്കി ഒഴിച്ചതാണ് ഈ സുർക്കി. വേറെ ഒന്നുമില്ല. അയാൾ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് എന്താ സുർക്കി എന്ന്. എന്നിട്ടാണ് അവർ പറയണ ശർക്കര മേടിച്ച് ഒഴിച്ച് തന്നെ കട്ടൻ ചായ തിളപ്പിക്കുന്ന ഏർപ്പാടാണോ? എന്തൊക്കെ ഇവർ പറയണത്? കൃത്യമായിട്ട് പെനികോക്കിൻ്റെ അസിസ്റ്റൻറ്റ് ഡാം മാനുവലിൽ എഴുതി വെച്ചത് നിഷേധിച്ചുകൊണ്ട് ഇവർക്ക് തോന്നണയൊക്കെ പറയാണ് ജനങ്ങളെ അങ്ങ് അതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് അങ്ങോട്ട് ഇവർ സംഭവിക്കും എന്ന് പറയുമ്പോൾ പിൻവാങ്ങാനും ഇവരിപ്പോൾ പൊട്ടു എന്ന് പറയുമ്പോൾ മനുഷ്യമതിൽ തീർക്കാനും നടക്കുന്ന ജനങ്ങളെക്കുറിച്ച് എന്ത് പറയാനും? ലോകത്ത് ഇങ്ങനെ എവിടെയെങ്കിലും ജനങ്ങളുണ്ടോ? ഇല്ല. നിങ്ങൾ കാണിക്കണം, നിങ്ങളുടെ ചാനലൊന്ന് അന്വേഷിച്ച് പോകും, ലോകത്തിൽ ഇങ്ങനെ എവിടെയെങ്കിലും ജനങ്ങളുണ്ടോ എന്ന് ഇങ്ങനത്തെ. ജനങ്ങളെ കാണാതെ മൂടി വെച്ചിരിക്കുന്ന ഒരു മിസ്റ്ററി ആണല്ലോ ശരിക്കും. അതൊക്കെ നിയമവിരുദ്ധമല്ലേ? മാധ്യമങ്ങളെ പോലും അടുപ്പിക്കുന്നില്ല. ഇപ്പം നമ്മൾ ചോദിക്കുമ്പോൾ അന്താരാഷ്ട്ര വിദഗ്ധർ പോലും ഈ വിധി എഴുതിയ ഡാമിനെ പറ്റി ചോദിക്കുമ്പോൾ അവർ പറഞ്ഞത് പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ്. ശരിക്കും എങ്ങനെയാണ് സാർ പ്രായോഗികമാവുന്നത്? അതായത് ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്ത് വെള്ളം നിറച്ചാൽ പിന്നെ ഒരു റിപ്പയറിങ് നടക്കില്ല. ഒരു ഫ്ലോലെസ് മെത്തേഡും ഇല്ല റിപ്പയർ ചെയ്യാനായിട്ട്. പിന്നെ ഇവർ ചെയ്തത് കോൺക്രീറ്റ് ആങ്കറിങ് എന്ന് വെച്ചാൽ ഡാമിൻ്റെ മുകളിൽ നിന്ന് ബേസ് വരെ തുറന്നിട്ട് കോൺക്രീറ്റ് കമ്പി ഇറക്കി കോൺക്രീറ്റ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. അത് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഡാം പണ്ടേ വീണാന്. കാരണം ഇതിൻ്റെ ഉള്ളിൽ വലിയ പൊത്തുകൾ രൂപപ്പെട്ടിട്ടുണ്ട്, സുറുക്കിയൊക്കെ വലിച്ചു പോയിട്ട്. അപ്പോൾ അത് ചെയ്തു എന്ന് ഇവർ പറയുന്നുണ്ടെങ്കിൽ തന്നെ അത് ഇവർക്ക് ചെയ്യാൻ കഴിയില്ല. അത് കുറച്ചൊക്കെ തുറന്ന് കുറച്ചൊക്കെ സിമെൻ്റ് ഇറക്കി കമ്പി ഇറക്കിയിട്ടുണ്ടാവും. അത് ഡാമിനെ കൂടുതൽ ദുർബലപ്പെടുത്തുള്ളൂ. ആ ഹോളുണ്ടാക്കണ ഇത് കമ്പനങ്ങൾ ഡാമിനെ മൊത്തത്തിൽ ബാധിക്കും. പിന്നെ അതൊരു ഇടവിട്ടാണ്, ഒരു 5 മീറ്റർ കഴിഞ്ഞിട്ട് അടുത്തത്, അല്ലെങ്കിൽ 10 മീറ്റർ കഴിഞ്ഞിട്ട് അടുത്ത്. അതിൻ്റെ ഇടയിൽ പഴയ ഡാം തന്നെയാണ്. അതൊന്ന്. രണ്ടാമത് ഇവർ ചെയ്തത് ഇത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കൂട്ടാൻ വേണ്ടി ഇതാണ് ഗ്രാവിറ്റി ഡാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൊട്ടിഘോഷിക്കുന്നുണ്ട്. എന്താണ്? ഇപ്പോൾ ഒരു കല്ല്, ഇപ്പോൾ ഇവിടെ മുണ്ടക്കയിൽ ആ കല്ല് വെയിറ്റ് ഉണ്ടായിരുന്നു മുകളിലിരുന്ന കല്ലിന്. അത് താഴേക്ക് പോന്നപ്പോൾ എന്ത് ഗ്രാവിറ്റി? അത് താഴേക്ക് പോകുന്നില്ലേ? മനസ്സിലായ? വെള്ളത്തിൻ്റെ ശക്തി അതാണ്. ഒരുപാട് വെയിറ്റ് ഉണ്ടായിരുന്ന ആ പാറക്കൂട്ടങ്ങളെ അങ്ങനെ എടുത്ത് വലിച്ചെറിയാൻ വെള്ളത്തിന് സാധിച്ചു. അപ്പോൾ ഇത് ഗ്രാവിറ്റി ഡാമാന്നും പറഞ്ഞുകൊണ്ടിരുന്ന എവിടെ എനിക്ക് മനസ്സിലായില്ല. ഇങ്ങനത്തെ വിഡ്ഢികളാണ് ഈ നാട്ടിലുള്ളതെന്ന് കേൾക്കുമ്പോൾ മിണ്ടാതിരിക്കാൻ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇവരെയൊന്നും പഠിപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല, മിണ്ടാണ്ടിരിക്കാൻ. കോൺക്രീറ്റ് ചെയ്തതിൽ പിന്നെ ഡാമിന്റെ ബലം ഒന്നുകൂടെ കുറയല്ലേ? അതായത് ഇവർ വെയിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഡാമിൻ്റെ മുകളിൽ ത്രൂ ഔട്ട് ഇവർ കോൺക്രീറ്റ് ചെയ്തു. അതുകൊണ്ട് എന്ത് വെച്ചാൽ ഡാമിൻ്റെ വെയിറ്റ് കൂടിയപ്പോൾ ഡാം താഴേക്ക് ഇരുന്ന് വളഞ്ഞ് ഒടിഞ്ഞ്. അപ്പം അങ്ങനത്തെ അവസ്ഥ മാപ്പിലൊക്കെ കാണുന്ന വളവ് അതാണ്.
അത് ഇനിയിപ്പം മാപ്പിൽ കാണണ്ട, സംഭവം ഒടിഞ്ഞ് അവിടെ ചെന്ന് ഒരു വിദഗ്ധം പരിശോധിച്ച് കഴിഞ്ഞാൽ ഇത് മനസ്സിലാവും. പ്രഥമ ദൃഷ്ടിയ കാണാൻ പറ്റും, മാപ്പിൽ കാണാൻ പറ്റും. വളഞ്ഞിരിക്കുന്ന കാണാമല്ലോ, അത് കാണാം. അപ്പോൾ ഇവരുടെ ഈ റിപ്പയറിങ് കൊണ്ട് സംഭവിച്ചതാണത്. ഒരു റിപ്പയർ ചെയ്യാതിരുന്ന കുറേ നാളും കൂടി നിന്നാനെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ താങ്ങ് കൊടുത്തിട്ടുണ്ട്, ഒരു ജഡ്ജി പോലും അതിനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞ്. എങ്ങനെ ഈ വെള്ളത്തിൽ താങ്ങ് കൊടുക്കാൻ പറ്റണം? വെള്ളത്തിൽ അതും ചെറിയൊരു ഡാമല്ല, അന്നത്തെ കാലത്തെ ലോകത്തെ ഏറ്റവും വലിയ ഡാമെന്ന് തന്നെ പറയാം. അതെ, ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഇടുക്കി ഡാമിൻ്റെ മുമ്പിൽ ഫുട്ബോൾ കളിക്കാം, പിള്ളേർക്ക് കളിക്കാം, ഡ്രൈ ആയിട്ട് കിടക്കാം. ഇത് അവിടെ മനുഷ്യനെ കയറ്റാത്തത് എന്താ? ഈ ചതുപ്പ് കാണും. ഡാമിൻ്റെ മുമ്പിൽ ഈ സുർക്കി ഒലിച്ചു വന്ന് 130 വർഷം കൊണ്ട് ഈ ചുണ്ണാമ്പും മണലും ഒക്കെ ഒലിച്ചിറങ്ങി ചതുപ്പ് രൂപപ്പെട്ട ഒരു ആന ഇറങ്ങി താന്നു പോകും. അത് മനുഷ്യർ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് ആരും കയറ്റാത്തത്. ശരിക്കും പറഞ്ഞാൽ ഒരു ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തിൽ വേറൊരു സംസ്ഥാനത്തിൻ്റെ നെഞ്ചത്ത് കയറിയിരുന്ന് അയൽ സംസ്ഥാനം ഭരിക്കുന്നത് ലോകത്ത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. തീർച്ചയായും നമുക്ക് ഇതുപോലെ തമിഴ്നാട്ടിലൊരു ഡാം കെട്ടി അവരുടെ നെഞ്ചത്ത് കയറിയിരിക്കാൻ പറ്റുമോ? നമ്മളെ തീർത്ത് കളയവർ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇന്ത്യയുടെ ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷന് എതിരാണെന്ന് ഈ കേരള ഗവൺമെൻറ് പോയി സുപ്രീം കോടതിയിൽ പറയാത്ത എന്താണ്? പോക്കറ്റിന് അറിയില്ലല്ലോ. ഇതാണ് ജനങ്ങൾ തിരിച്ചറിയണം. ഇത് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇനിയും ഇത് ജനങ്ങൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ പ്രകൃതി എന്താ തീരുമാനിക്കണമെന്നറിയാം. ഈ മണ്ടന്മാരായ ജനങ്ങൾ ഇവിടെ വേണ്ട തീരുമാനിക്കും. തീർച്ചയായും ഉള്ളൂ. ഈ മുല്ലപ്പെരിയാർ പൊട്ടിക്കഴിഞ്ഞാൽ ഇടുക്കി താങ്ങും എന്നാണല്ലോ പലരും പറയുന്നത്. സാറിൻ്റെ അഭിപ്രായത്തിൽ എങ്ങനെയാണ് അതിൻ്റെ വശങ്ങളും കാര്യങ്ങളും സാർ പഠിച്ചത് വെച്ചിട്ട്? ഇടുക്കി സ്വയം പൊട്ടിത്തെറിച്ച് പോകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണോ ഞാൻ. ഇടുക്കിയുടെ പ്രായം കഴിഞ്ഞില്ലേ? 50 വർഷമായില്ലേ? ഇനി ഇടുക്കി നിൽക്കുമോ? ഇടുക്കി തന്നെ 2 സെന്റിമീറ്റർ ആർച്ച് ഡാം ചരിഞ്ഞ് നിൽക്കുന്നു എന്ന് റിപ്പോർട്ടുണ്ട്. ഒരു ഇച്ചിരി ചരിഞ്ഞാൽ കൂടുതൽ ചരിഞ്ഞാൽ വീണ്ടും ചരിഞ്ഞാൽ ഡാം വീഴും. അതിനിടയിലുള്ള ചെറുതോണിയും മറ്റുള്ള ഡാമുകളൊക്കെ അതൊക്കെ വീക്കസ്റ്റ് ഡാംസ് ആണ്. ചെറുതോണി വൺ ഓഫ് ദ വീക്കസ്റ്റ് ഡാംസ്. കുളമാവിൻ്റെ ഒരു ഭിത്തി എന്ന് പറയുന്നത് 40 അടിക്ക് മണ്ണ് മാത്രമേ ഉള്ളൂ. ആ മണ്ണ് അങ്ങോട്ട് തള്ളി പോണതിന് എന്താ വിഷയം? അവിടെ ചതുപ്പ് രൂപപ്പെട്ടിട്ട് കേരളത്തിൻ്റെ എഞ്ചിനീയറിംഗ് വിദഗ്ധന്മാർ ചെയ്തതെന്നറിയോ? അവിടെ കല്ലിറക്കിയിട്ട് ചതുപ്പിൽ. അതാണ് നമ്മുടെ ടെക്നോളജി. അവസാനം ഇറക്കിയിട്ട കല്ലും ഈ മൺതിട്ടയും കൂടി ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് വന്നാൽ പോരും കൂടി എവിടേക്ക്? തൊടുപുഴയിലേക്ക്. തൊടുപുഴയിലെ ജനങ്ങൾ എന്താണെന്നറിയണതിന് മുമ്പ് അവർ ചത്തോളും, മരണപ്പെടും. എന്താന്ന് മനസ്സിലാവില്ല അവർക്ക്. അതാണ് അവസ്ഥ. കണ്ണടച്ച് തുറക്കുമ്പോഴേക്ക് തീരും. എറണാകുളത്തുള്ള പലരും അതായത് ഞാൻ പറയട്ടെ, ഈ മുണ്ടക്കൈയിൽ കാലവിടെ, കൈ ഇവിടെ, ശരീരം അവിടെയായിട്ട് പോയവൻ മരിച്ചതറിഞ്ഞിട്ടില്ല, പൊട്ടിത്തെറിച്ച് പോയത്. അതായത് ജലമർദ്ദത്തിൻ്റെ ഒരു പ്രത്യേകത അതാ. നമ്മുടെ ഈ ഇടയ്ക്ക് അറ്റ്ലാന്റിക് ഓഷ്യനിലോ മറ്റോ എവിടെയാ ഓഷ്യൻ എനിക്ക് ഞാൻ ഓർമ്മയിലില്ല, കോടീശ്വരന്മാർ കുറച്ച് പേര് ടൂറ് പോയത് ഓർമ്മയുണ്ടോ? അന്തർവാഹിനിൽ, സബ്മറൈനിൽ പോയി, കടലിൻ്റെ അടിത്തട്ടിൽ പോയി. ഈ സബ്മറൈൻ പൊട്ടിത്തെറിച്ചവർ മരിച്ചു. സ്വയം ഉണ്ടാക്കിയൊരു സാധനമായിരുന്നതായിട്ട് പോയിട്ട് സബ്മറൈൻ പൊട്ടിത്തെറിച്ച് മരിച്ചു. അതായത് ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ സബ്മറൈൻ അങ്ങോട്ട് പൊട്ടിച്ചതറി ഇവരുടെ ബോഡിയൊക്കെ പീസായിട്ട് പൊട്ടിത്തെറിച്ച് അങ്ങോട്ട് ഒരു സെക്കൻഡ് പോലും എടുത്തില്ല. ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ ഇവർ മരിച്ചെന്ന് ഇവർ പോലും അറിഞ്ഞിട്ടില്ല. മനസ്സിലായോ? അത്ര വേഗത്തിലാണ് മരണം. മുണ്ടക്കൈയിൽ അങ്ങനെയാണ്. കാലം അങ്ങോട്ട് പോയി, കൈ ഇങ്ങോട്ട് പോയി, ശരീരം 4 ദിവസത്തേക്ക് പോയി, മരിച്ചത് പോലും അവരറിഞ്ഞിട്ടില്ല. അതാണ് മുല്ലപ്പെരിയാർ ഡാമൊക്കെ തകർന്നാലുണ്ടാകുന്നത്. ജലത്തിൻ്റെ ശക്തി കൊണ്ട് ഛിന്ന ഭിന്നമായി പോകും. ഒരു കണക്കിന് അങ്ങനത്തെ മരണം നല്ലതാട്ടോ, ഒന്നും അറിയാണ്ട് പോവാം. പക്ഷെ എല്ലാവരും അങ്ങനെ മരിക്കണമെന്നില്ല കേട്ടോ. പലരും പറയുന്നുണ്ട് 45 മിനിറ്റ് സമയമുണ്ടല്ലോ എറണാകുളത്ത് എത്താൻ, അതിനുള്ളിൽ രക്ഷപ്പെടാൻ, വണ്ടി പിടിച്ച് പോവാം. എറണാകുളം മാത്രമേ അല്ലെങ്കിൽ 3 ജില്ല മാത്രമേ പോവുള്ളൂ എന്നൊക്കെ പറയുന്നവരുണ്ട്. ഇവരുടെ ഇങ്ങനെ പറയുന്ന ആൾക്കാരുടെ വിദ്യാഭ്യാസ യോഗ്യത എന്താണ്? ഒന്നും ഉണ്ടാവില്ല. അവരെന്തിനടിസ്ഥാനമാക്കി പറയുന്നത്? ഒരുപക്ഷെ ഇത് പറഞ്ഞ് പരത്തുന്നത് പോലും ഈ പറഞ്ഞ ആളുകളായിരിക്കാം. തെറ്റിദ്ധരിച്ച് ഞാൻ പറയട്ടെ, ഒരു കാര്യത്തെക്കുറിച്ച്, ഒരു ഡാമിൻ്റെ ടെക്നോളജിയെക്കുറിച്ച്, അതിൻ്റെ കൺസ്ട്രക്ഷനെക്കുറിച്ച് ഒരാൾ അഭിപ്രായം പറയണമെങ്കിൽ അയാൾ ഒരു ഡാം എഞ്ചിനീയർ ആയിരിക്കണം. അല്ലാണ്ട് വെറുതെ ഇരുന്നിങ്ങനെ പറയാണോ? അത് വേറൊരുത്തൻ കേൾക്കുമ്പോൾ ഇവൻ പറയണത് ശരിയാണെന്ന് അവനും തോന്നിയാൽ 2 പൊട്ടന്മാരും കൂടി രാജ്യം നശിപ്പിക്കൂലേ?
ഇവരൊക്കെ പറഞ്ഞു വരുത്തിയിട്ട്. തീർച്ചയായും ഡാമിനെ കുറിച്ച്, മുല്ലപ്പെരിയാർ ഡാം എന്നല്ല, ഒരു ചെറിയ തടയണയെ കുറിച്ച് പോലും പറയണമെങ്കിൽ അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പഠിച്ചിട്ട് വേണം പറയാൻ. വെറുതെ ഇരുന്ന് അങ്ങോട്ട് പറയാം. 10ാം ക്ലാസ്സും കുസ്തിയുള്ളവനൊക്കെ വെറുതെ ഇരുന്നുകൊണ്ട് മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് കുലങ്കഷമായിട്ട് പറയുന്ന ശാപമാണ് ഈ നാട്ടിൽ. തമിഴൻ അങ്ങനെ പറയില്ല. ഇല്ല, തമിഴൻ പറയില്ല. അത് തമിഴൻ എങ്ങനെയാ പറയണമെന്നറിയോ? അവൻ ഈ വിദ്യാഭ്യാസമുള്ളവർ പറയുന്ന കേൾക്കും. ഡാമിനെ കുറിച്ചാണെങ്കിലും എന്തിനെ കുറിച്ചാണെങ്കിലും പഠിച്ചവർ പറയുന്ന കേൾക്കും. അത് അന്ധമായി ഫോളോ ചെയ്യും. കാരണം എനിക്കറിയില്ല. അയാൾ എഞ്ചിനീയറിംഗ് പഠിച്ചതാണ്, അയാൾ ഡാം എഞ്ചിനീയറിംഗ് പഠിച്ചതാണ്, അയാൾ ഹൈഡ്രോളജിസ്റ്റാണ്, അയാൾ സീസ്മോളജിസ്റ്റാണ്. അതുകൊണ്ട് ഞാൻ തർക്കിക്കാൻ പോണ്ട, അയാൾ പറഞ്ഞ സ്വീകരിക്കാം. ആ ഒരു മെൻറ്റാലിറ്റി തമിഴിനുണ്ട്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഒരു വിദ്യാഭ്യാസം ഇല്ലാത്തവനും പണ്ഡിതനാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കി ഡാമിനെ കുറിച്ച് അഭിപ്രായം പറയുന്നവർ, കുലങ്കക്ഷമായി പറയുന്നവരെ നോക്ക്. ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാർ, ഒന്നും അറിയാത്ത ആൾക്കാർ, അവരാണ് പറയുന്നത്. അവരാണ് ഇവിടെ പ്രൊപ്പഗാൻഡ ഉണ്ടാക്കുന്നത്. അതിൻ്റെയൊക്കെ അടിസ്ഥാനം രാഷ്ട്രീയം തന്നെയാണ്. രാഷ്ട്രീയ നേതാവ് എന്ത് പറയണോ അത് ന്യായീകരിക്കാനുള്ള വ്യഗ്രതയാണ് അവരുടെ വിവരമില്ലായ്മയിൽ നിന്ന് അവർ പറയുന്ന ഇത്തരം കാര്യങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ മനുഷ്യ മതിൽ തീർത്ത ജനങ്ങളാണ്. അവരവിടെ പോയി. ഇപ്പോൾ എന്താ മനുഷ്യ മതിൽ തീർക്കാത്ത അടിമകളായി. ഇങ്ങനത്തെ ജനം ഇവിടെ മാത്രമേ ഉള്ളൂ. അതാണ് നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത്. കുറച്ച് പേരെങ്കിലും അത് തിരിച്ചറിയണം. ഇങ്ങനത്തെ ജനം ഇവിടെ മാത്രമേ ഉള്ളൂ, കേരളത്തിൽ മാത്രമേ ഉള്ളൂ, വേറെ ഒരു എടുത്തുമില്ല. എത്രത്തോളം ഒരു വ്യാപ്തി ഉണ്ടാവും ഈ മുല്ലപ്പെരിയാർ തകർന്നു കഴിഞ്ഞാൽ? കേരളത്തിൻ്റെ ഒരു അവസ്ഥയൊക്കെ എങ്ങനെയായിരിക്കും? നമുക്ക് അങ്ങോട്ട് പോകണോ? ഈ കുറച്ച് നേരം ഈ തകർച്ചയെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുന്നത് അല്ല, എന്നാലും അത് നമ്മുടെ ബിയോണ്ട് അവർ ഇമാജിനേഷൻ. ഒരു മനുഷ്യ ബുദ്ധിക്ക് കാണാൻ കഴിയില്ല. പിന്നെ നമുക്ക് എക്സാമ്പിൾസ് കാണാം. അത് ബാങ്കിയാവ് ഡാമുണ്ട്, മോർവി അണക്കെട്ടുണ്ട്, ലോകത്ത് വിവിധ രാജ്യങ്ങളിൽ അണക്കെട്ട് തകർന്നിട്ടുണ്ട്. ആ കാഴ്ചകളിലേക്ക് നമ്മൾ പോകണം. അപ്പോൾ എങ്ങനെയാണ് ഒരു ഡാം തകർന്നാലുള്ള പ്രത്യാഘാതങ്ങൾ മനസ്സിലാവും നമുക്ക്. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മുല്ലപ്പെരിയാർ ഡാം തകർന്ന് അത് ഇടുക്കിയെയും തകർത്ത് എല്ലാ ഡാമുകളെയും ഡയറക്റ്റ് ലൈനിലാണ് ഞാൻ പറയണം കേട്ടോ. മുല്ലപ്പെരിയാറിൻ്റെ ഡാമിൽ വ്യത്യസ്ത ദിശകളിൽ 10-14 ഡാംസ് ഉണ്ട്. ഡയറക്റ്റ് ലൈനിൽ 3-4 ഡാംസേ ഉള്ളൂ. ഈ ഡയറക്റ്റ് ലൈനിൽ തന്നെ വരുന്നു കഴിഞ്ഞാൽ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ പ്രഹരശേഷിയും കൊണ്ട് ഒരു മല മറിഞ്ഞ് വഴിയിൽ വീഴുകയാണെങ്കിൽ ഡയറക്ഷൻ മാറും. അങ്ങനെ സംഭവിക്കാണ്ട് നേരെ ഇങ്ങനെ പോരാന്ന് വിചാരിച്ചോ. അങ്ങനെയാകുമ്പോൾ എല്ലാ ഡാംസിലും ഇടുക്കി ഡാമിൽ 70 TMC വെള്ളമുണ്ട്, മുല്ലപ്പെരിയാറിൽ 15 TMC ഉണ്ട്, 85 പിന്നെ ചെറു ഡാമുകളിൽ എല്ലാത്തിലും കൂടി എല്ലാം കൂടി കണക്കാക്കിയാൽ 100-120 TMC വെള്ളമുണ്ട്. ഇത് വെള്ളം മാത്രമല്ല, ഇപ്പോൾ മുല്ലപ്പെരിയാർ ഡാം തകർന്നു, കല്ല്, ഡാം കൺസ്ട്രക്ട് ചെയ്ത കല്ല്, 130 വർഷത്തെ ചെളി, മുമ്പിലുള്ള മരങ്ങളും മൃഗങ്ങളും മനുഷ്യരും കെട്ടിടങ്ങളും വണ്ടി സകലതും ഇതെല്ലാത്തിനെയും വഹിച്ചുകൊണ്ട് ഒഴുകല്ല, മുകളിൽ നിന്ന് താഴേക്ക് വീഴാണ്. ഈ വീഴ്ചയുടെ ആഘാതത്തിൽ ഹൈഡ്രോളിക് ഹാമറിംഗ് എന്ന് പറയുന്ന പ്രതിഭാസം ഇടുക്കി ഡാമിലെ ജലാശയത്തിനുണ്ടാവും. ആ ജലാശയം ഈ ഫോഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് ഡാം ഭിത്തികളെ തകർക്കും. അങ്ങനെയാകുമ്പോൾ ഇപ്പോൾ ഓൾറെഡി ചരിഞ്ഞ് നിൽക്കുന്ന ആർച്ച് ഡാം വീണ്ടും തകർന്ന് വീഴാൻ സാധ്യതയുണ്ട്. അതിനു മുമ്പേ കുളമാവും ചെറുതോണിയും തകരും. വലിയ പ്രഹരശേഷിയോടുകൂടി താഴോട്ട് എല്ലാ ഡാമിൻ്റെ അവശിഷ്ടങ്ങളും ചെളിയും വഹിച്ച് താഴേക്ക് വന്നാൽ അത് കടൽ താങ്ങുമോ? ഇല്ല. ഈ കൊച്ചിയിലുള്ള കെട്ടിടങ്ങളെയൊക്കെ വഹിച്ച് ഇങ്ങനെ കടലിലേക്ക് വന്ന് വീണാൽ കടൽ താങ്ങുമോ? അത് കടൽ സ്വാഭാവികമായിട്ടും ഭൂമിയുടെ എതിർ ദിശയിലേക്ക് മാറിക്കൊടുക്കേണ്ടി വരും. അത് വേലിയേറ്റ സമയത്താണ് ഈ ആഘാതം കൂടും. ഇങ്ങോട്ട് വരുന്നത് വലിയ ശക്തിയോടുകൂടി അങ്ങോട്ട് തള്ളുകയാണ്. അപ്പം കടൽ പിൻവാങ്ങിക്കൊടുക്കും. വേറെ മാർഗവുമില്ല കടലിന് അവിടെ. ഭൂമിയുടെ എതിർ ദിശയിൽ മാറും. പിന്നെ ബാലൻസ് ചെയ്യുന്നുണ്ട്. ഒരു വലിയ സുനാമി പോലെ ഇങ്ങോട്ട് തിരിച്ചു വരും. നമ്മൾ 2 TMC വെള്ളം കൊണ്ടാണ് ലിബിയയിലെ ഡെർണയിൽ കടലിലേക്ക് ഡെർണ നഗരത്തെ മൊത്തം എടുത്തുകൊണ്ട് പോയത്. അവിടുന്ന് തിരിച്ചു കയറി വന്നത് നമ്മൾ ഇതൊക്കെ നമ്മളെ കാണിച്ചു തരുന്നത് എന്തിനാണെന്നറിയോ? ഇവിടെ നമ്മൾ പ്രിക്കോഷൻസ് എടുക്കാനാണ്. പ്രകൃതി നമ്മളെ കാണിച്ചു തരാണ്. അങ്ങോട്ട് പോയിട്ട് 7 നില കെട്ടിടത്തിൻ്റെ മുകളിലൂടെയാണ് തിരിച്ച് സുനാമിയായിട്ട് കടൽ കയറി വന്നത്. അപ്പോൾ ഈ 2 TMC വെള്ളം, ഈ 120 കൊണ്ട് അങ്ങോട്ട് പോയാലുള്ള അവസ്ഥ എന്താണ്? കേരളത്തെ മൊത്തത്തിൽ വിഴുങ്ങും. കർണാടകയുടെ തീരപ്രദേശങ്ങൾ, ഗോവ, മുംബൈ തകർത്ത് കളയും. ഇതാണ് നോസ്ട്രഡാമസിൻ്റെ പ്രവചനം. ഇതാണ് നോസ്ട്രഡാമസ് പറഞ്ഞത്, സൗത്ത് ഇന്ത്യ ആര്യണ നദിയാവുന്നു.
അത് സംഭവിക്കുമോ, സംഭവിക്കാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥന എനിക്കുള്ളത്. ഇത് മാറ്റണം നമുക്ക്, അതാണ് നമ്മുടെ വിഷയം. ഇത് നമ്മുടെ നാട്ടിൽ സംഭവിക്കാതിരിക്കാൻ നമുക്ക് നോക്കാൻ സാധിക്കും, പ്രിക്കോഷൻസ് എടുക്കാൻ പറ്റും. ഇപ്പോഴും വൈകിട്ടില്ല, ഒട്ടും വൈകിട്ടില്ല. പിന്നെ ഞാൻ പറയാം, എല്ലാവരും തമിഴൻ്റെ കാര്യമാണ് പറയണത്. നമ്മുടെ ജീവനല്ലേ അതിനേക്കാളും വലുത്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് പറയുന്നത്? മന്ത്രിമാരൊക്കെ ഓത്തെടുക്കുമ്പോൾ എന്താറുണ്ട്, എൻ്റെ നാട്ടിലെ ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിച്ചോളാന്നാ. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയെല്ലാം, കുടിവെള്ളവും കൃഷിക്കുള്ള വെള്ളവും ഒക്കെ. ആ പ്രൈമറി കൺസേൺ മനുഷ്യൻ്റെ ജീവനും അവൻ്റെ സ്വത്തുക്കളുമാണ്. അതെന്താ ഇവർ മനസ്സിലാക്കാത്തത്? അത് സംരക്ഷിക്കാൻ വേണ്ടി എപ്പോഴും ഈ തമിഴ്നാടിന് വെള്ളം എന്തിനാ ഇത് പറഞ്ഞുകൊണ്ടിരിക്കണം? അവൻ്റെ കാശ് മേടിച്ച് വെച്ചിട്ടുണ്ടോ? ആണോ? അല്ലെങ്കിൽ അവൻ എന്തിനാ എങ്ങനെ പറയേണ്ടത്? അവൻ്റെ കാശ് മേടിച്ച് വെച്ചാൽ പറയേണ്ടി വരും. തമിഴ്നാടിന് സുരക്ഷ അല്ല, എന്താണ് കേരളത്തിന് സുരക്ഷ, തമിഴ്നാടിന് ജലം. തമിഴ്നാടിൻ്റെ ജലമൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല. നമ്മുടെ സുരക്ഷ കഴിഞ്ഞിട്ടല്ലേ തമിഴ്നാടിൻ്റെ എന്തും. നമ്മുടെ ജീവനുണ്ടെങ്കിലല്ലേ ബാക്കി അവൻ്റെ സുരക്ഷയുടെ കാര്യത്തെക്കുറിച്ച് അല്ല അവൻ്റെ ജലത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ട കാര്യമുള്ളൂ. നമ്മുടെ ജീവന് പ്രതിസന്ധി, പിന്നെ അവൻ്റെ ജലത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം എന്തിനാണ്? ഇപ്പോൾ സാറ് പറഞ്ഞു വെച്ച് കേരളത്തിന് മാത്രമല്ല രാജ്യത്തിന് മൊത്തത്തിലൊരു ഭീഷണിയാണ് ഈ ഡാമിൻ്റെ തകർച്ച എന്ന് പറയുന്നത്. അപ്പം ഇന്ത്യ ഗവൺമെൻറ് പോലും ഇതിനെതിരെ ആക്ഷൻ എടുക്കാത്തതിൻ്റെ കാരണം എന്തായിരിക്കും? ഇത്രയും ചിലപ്പോൾ എനിക്കത് മനസ്സിലായിട്ടില്ല ഇതുവരെ. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്താണ് ഇങ്ങനെ നിഷ്ക്രിയമായിരിക്കുന്നത്? ഈ സദേൺ നേവൽ കമാൻഡ് ഇതിൻ്റെ അടിയിലുണ്ട്, പിന്നെ നേവൽ ആർമമെൻറ്റ് ഡിപ്പോ ഉണ്ട്, എയർപോർട്ടുണ്ട്. ഈ ഒരു തകർച്ച നടന്ന് ചെളി നിറഞ്ഞു നിൽക്കുമ്പോൾ ഇവിടെ നിന്ന് ഒരു വാർ പ്ലെയിൻ പൊങ്ങുമോ സദേൺ നേവൽ കമാൻഡിൽ? അന്നേരമാണ് ചൈന ഒരു വാർ ഡിക്ലെയർ ചെയ്യുന്നതിൽ. പാകിസ്ഥാൻ ചെറിയ ഒരു ഫോഴ്സ് ആണെങ്കിൽ കൂടി അവരൊരു വാർ ഡിക്ലെയർ ചെയ്താൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? സൗത്ത് ഇന്ത്യയെ രക്ഷപ്പെടുത്താൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് സാധിക്കുമോ? നമുക്ക് യുദ്ധം നമ്മൾ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല നമ്മൾ സൗത്തിലുള്ള ആൾക്കാർ. ഇവിടെ ചെളി മൂടിക്കിടക്കുമ്പോൾ, സദേൺ നേവൽ കമാൻഡ് ചെളി മൂടിക്കിടക്കുമ്പോൾ ചൈന ഒരു വാർ ഡിക്ലെയർ ചെയ്താൽ ഈ സൗത്ത് ഇന്ത്യയെ എങ്ങനെ ഇന്ത്യ ഗവൺമെൻറ് രക്ഷിക്കാൻ പറ്റും? അതുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ നിഷ്ക്രിയത്വം എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുപോലെ ഈ സെൻട്രൽ സോയിൽ കമ്മീഷൻ, കറക്റ്റ് പേര് എനിക്ക് ഓർമ്മയില്ല, സോയിൽ കമ്മീഷൻ കേരളം രണ്ടായിട്ട് വിഭജിക്കുന്നൊക്കെ ഒരു രഹസ്യ റിപ്പോർട്ട് കൊടുത്തു എന്നൊക്കെ എവിടേക്കോ വാർത്ത. കേരളം രണ്ടായിട്ട് വിഭജിക്കുന്ന ഇവരുടെ തോന്നിയാസമല്ലേ? കേരളം മൊത്തത്തിൽ പോവും. ഈ ക്രൂഡ് ഓയിലും ഒക്കെ കടലിൽ വീണ് വിഷവാതകവും വന്ന് ഈ ഡാമും എല്ലാം കൂടി വെച്ച് ചെളിയായിട്ട് നിറഞ്ഞ് വൈദ്യുതി ബന്ധമില്ലാത്ത കേരളം, ഭക്ഷ്യവസ്തുക്കളില്ലാത്ത കേരളം, ആരെങ്കിലും ജീവിച്ചിരുന്നാൽ തന്നെ അവർ ചാവും. എന്താ കിട്ടണ? ആരാ കാണുന്നത്? ഇന്നത്തെ പോലെ 5 മണിയാകുമ്പോൾ പണി നിർത്തി പോകും. ഈ ചൈനീസ് ഗവൺമെൻറ് ബാങ്ക് യാർഡാവ് പട്ടിയപ്പോൾ ഭക്ഷണ പാക്കറ്റുകൾ ഇട്ട് കൊടുത്ത് ചെളിയിൽ വീണ് ആരുടെയും കയ്യിൽ കിട്ടിയില്ല. എല്ലാവരുടെയും കയ്യിൽ ഹെലികോപ്റ്ററിൽ നിന്ന് കൊണ്ടു കൊടുക്കാൻ പറ്റുമോ? അവർ ആ ഭക്ഷണമൊന്നും കഴിക്കാൻ പോയില്ല. വന്ന മൃതദേഹം അച്ഛൻ്റെ ആണോ അമ്മയുടെ ആണോ മകൻ്റെ ആണോ പേരക്കടാവിൻ്റെ ആണെന്ന് നോക്കാണ്ട് അതാ തിന്നത്. വിശക്കുമ്പോൾ മനുഷ്യന് എന്തെങ്കിലും തിന്നണ്ടേ? വെള്ളം കുടിക്കാൻ എന്താ ഉള്ളത്? ഈ ചെളി വെള്ളമുണ്ട്, അത് കുടിച്ച്. അതുപോലത്തെ ഒരവസ്ഥ നമുക്ക് വരാതിരിക്കണം. ഇതിൻ്റെ പ്രതിവിധി ഉണ്ടാവുമല്ലോ, ഡാം നിർവീര്യമാക്കുക, പുതുക്കി പണിയുക എന്നുള്ളൊരു പ്രതിവിധി ഉണ്ടാവുമല്ലോ. അങ്ങനെ വരുമ്പോൾ നമുക്ക് ജീവിക്കാൻ വെള്ളവും വേണം. ഇപ്പം തമിഴരുടെ മധുര, രാമേശ്വരം, തേനി, കമ്പം ആ ഒരു വിഭാഗത്തിന് വെള്ളം കൊടുക്കാനാണെങ്കിലും ഈ ഡാം നിർവീര്യമാക്കുമ്പോൾ അതിനെങ്ങനെ സാധിക്കും? ഈസി അല്ലേ? ഈ ലോകം എത്ര മാറി. ഇറാനിൽ നിന്ന് പ്രകൃതിവാതകം ഇന്ത്യയിൽ കൊണ്ടുവരുന്നു. അത്രയും ബുദ്ധിമുട്ടുണ്ട് തൊട്ടടുത്ത തമിഴ്നാട്ടിലേക്ക് നമുക്ക് വെള്ളം കൊടുക്കാനായിട്ട്. മുല്ലപ്പെരിയാറിൻ്റെ മുകളിൽ കക്കി ഡാമുണ്ട്. കക്കി ഡാമിൽ മുല്ലപ്പെരിയാർ ഡാമിലുള്ളതിൽ കൂടുതൽ വെള്ളമുണ്ട്. അപ്പോൾ കക്കി ഡാമിൽ നിന്ന് 52 കിലോമീറ്റർ പൈപ്പ് വലിച്ചാൽ മുല്ലപ്പെരിയാർ പെൻസ്റ്റോക്ക് പൈപ്പിലേക്ക് ഘടിപ്പിക്കാം. ഇന്ന് തമിഴർക്ക് കിട്ടുന്നതിൽ കൂടുതൽ വെള്ളം തമിഴ്നാടിന് കിട്ടും. ഇന്ന് കിട്ടുന്നതിലും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും പറ്റും. പ്രത്യക്ഷത്തിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ മുകളിൽ കക്കി ഡാം, 52 കിലോമീറ്റർ പൈപ്പ് വലിച്ചാൽ മതി. ഇന്ന് കിട്ടുന്നതിൽ കൂടുതൽ വെള്ളം തമിഴ്നാടിന് കിട്ടും. ഇന്ന് കിട്ടുന്നതിൽ കൂടുതൽ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാം. ഈ പണിക്ക് കൂടി വന്ന ഒരു 100 കോടി ചിലവാകും. 3 മാസത്തെ സമയമെടുക്കും. ഇനി ഒരു എമർജൻസി ചെയ്യുകയാണെങ്കിൽ പൈപ്പ് ഇങ്ങനെ കണക്ട് ചെയ്താൽ മതിയല്ലോ. 1 മാസത്തിൽ എമർജൻസിയിൽ ചെയ്യാൻ പറ്റും. അത്ര പൈപ്പും തൊഴിലാളികളും സംവിധാനങ്ങളും ഉണ്ടെങ്കിൽ സിമ്പിൾ. പ്രത്യക്ഷത്തിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പമില്ല.
പുതിയ കരാറ് വരും. ഉം. പഴയ ഈ 999 ഇയേഴ്സിലെ കരാറും കൊണ്ട് നടക്കാൻ പറ്റില്ല. ഉം. ഉം. പുതിയ കരാറ് വരുമ്പോൾ തമിഴ്നാട് തന്നെ പറയുന്നു 50,000 കോടി രൂപ പ്രതിവർഷം അവർക്ക് വെള്ളത്തിൽ നിന്ന് കൃഷിയിൽ നിന്ന് ലാഭം ഉണ്ടെന്ന്. ഉം. അതിലൊരു 5-1 ഇങ്ങോട്ട് തരണ്ടേ? വേണം. പകുതി വേണമെങ്കിൽ ചോദിക്കാം. ഉം. ഇനി അതൊക്കെ ഉപേക്ഷിച്ച് 5-1 ഉം. 10,000 കോടി ഉം. കേരള ഖജനാവിൽ വരും. ഉം. നമ്മളൊക്കെ പിന്നെ ഇങ്ങനെ നടക്കുമോ? ഇല്ല. നമ്മളൊക്കെ ഭയങ്കര സ്റ്റൈല് നടക്കും. ഖജനാവിൽ അത്രയും പണം വന്നാൽ നമ്മുടെ യുവാക്കൾ കേരളം വിട്ട് പോവുമോ ഈ വിദേശ രാജ്യങ്ങളിൽ തെണ്ടാൻ വേണ്ടി? ഇല്ല. അടുക്കളപ്പണിയും ഇല്ല. അവിടുത്തെ വൃദ്ധന്മാരെ ശുശ്രൂഷിക്കാനും അവിടുത്തെ കക്കൂസ് കഴുകാനും നടക്കുമോ? നടക്കില്ല. ഇവിടെ ഉണ്ട് വരുമാനം. പിന്നെ 468 കോടി രൂപയുടെ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കും. ഉം. തമിഴ്നാട് ഇലക്ട്രിസിറ്റി സർപ്ലസ് സ്റ്റേറ്റ് ആണ്. ഉം. ഉം. കേരളം ഡിഫിസിറ്റ് സ്റ്റേറ്റ് ആണ്. ആ ഇലക്ട്രിസിറ്റി മുഴുവനും കൂടെ തരേണ്ടി വരും. ഉം. അപ്പോൾ നമുക്ക് ഈ 13,000 കോടിയിൽ എത്ര ലാഭമുണ്ട്? ഇത്രയും കോടിയുടെ ലാഭമുണ്ട്. കേരളത്തിൻ്റെ ഇലക്ട്രിസിറ്റി ചാർജ് എത്ര കുറയും? ഒരുപാട്. പിന്നെ സൗരോർജ്ജ പാനലും വിൻമിൽസ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇലക്ട്രിസിറ്റി ചാർജ് ഇല്ല. നമുക്ക് സർപ്ലസ് എനർജി ഉണ്ടാവുകയും ചെയ്യാം, അത് വിൽക്കുകയും ചെയ്യാം. ഇവിടെ ഒരു എയർപോർട്ട് സോളാർ എനർജിയിൽ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. പുലർകാലയുള്ള വെളിച്ചം നമ്മുടെ നാട്ടിലൊക്കെ പുലർകാലം ഒരു 6 മണിക്കൊക്കെ ഉള്ള വെളിച്ചം, അത്രയും വെളിച്ചം മതി യൂറോപ്പിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ. ഫോട്ടോ വോൾട്ടൈക്ക് എന്ന് പറഞ്ഞ ടെക്നോളജി ഉപയോഗിച്ച്. നമുക്കിവിടെ 2 മാസം മുമ്പ് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങില്ല കേട്ടോ, സൂര്യാഘാതം വന്ന് നിങ്ങൾ മരിക്കുമെന്ന് പറഞ്ഞ ഗവൺമെൻറ് ഉണ്ട് ഇവിടെ. ശരിയാണ്, അവർ പറഞ്ഞത് ശരിയാണ്. അത്രയും വെയിലുണ്ടായിട്ട് അത്രയും എനർജി ഉണ്ടായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ല. ഈ 999 വർഷത്തെ ബ്ലണ്ടർ കരാറും കൊണ്ട് പൊക്കിപ്പിടിച്ച് നടക്കുന്ന ഇത് പുതിയ ഡാം വരുമ്പോൾ അതൊക്കെ പോകുമെന്ന് പറയുന്നു. പുതിയ ഡാമൊന്നും നടക്കൂല. ഈ ഇത്രയും ഡാം പണിതാണല്ലോ ഇവിടെ എന്തിട്ടാണ് ഭൂകമ്പ സാധ്യതയുള്ള മേഖലയാക്കിയത്. ഇനിയും കൊണ്ടുവന്ന് പണിയാണ് ഡാം. അവിടെ ഡാമുകൾ 1 by 1 ആയിട്ട് ഡീകമ്മീഷൻ ചെയ്ത് സൗരോർജ്ജം ഉപയോഗിക്കണം, എനർജിക്ക് വേണ്ടി വിൻമിൽസ് ഉപയോഗിക്കണം. ഇനിയും ഡാം പണിയാൻ പോകുന്ന പറഞ്ഞാൽ എന്ത് ബ്ലണ്ടറാണ് അത്? ഈ അതിതീവ്ര ഭൂകമ്പ സാധ്യതയുള്ള കേരളത്തിൽ മഹാ ബ്ലണ്ടറാണ്. ഇത് നടത്താൻ വേണ്ടി പറയുന്നതായിരിക്കില്ലെന്നേ, ചുമ്മാ പറയുന്നതായിരിക്കും. ഇത് നീട്ടണ്ടേ, ഈ ജനങ്ങളുടെ ആകാംക്ഷ കുറയ്ക്കണ്ടേ? അല്ലാണ്ട് ഇനിയിപ്പോൾ പാരിസ്ഥിതിക അനുമതി, എൻവയറമെൻ്റൽ ക്ലിയറൻസ് കിട്ടി, DPR എല്ലാം അംഗീകരിച്ച് ഏത് കാലത്ത് ഇത് ഓടിച്ചെന്ന് പണിയാൻ പറ്റുന്നതാണോ ഡാം? ഇത് വിശ്വസിച്ച് നടക്കണ മലയാളികളുണ്ടല്ലോ എന്ന് ഓർക്കണം. ഇവർ ഡാം പണിയാൻ പോകുന്നു. പിന്നെ ആശ്വാസം, കരാറിനെ കുറിച്ച് സുപ്രീം കോടതിയിൽ ക്വസ്റ്റ്യൻ ചെയ്ത് വാദം നടക്കുന്നു. എത്ര കൊല്ലം വാദിക്കേണ്ടി വരും? നമ്മുടെ നിയമവ്യവസ്ഥിതി വെച്ചിട്ട് കരാറിന് ഒരുപാട് വശങ്ങളുണ്ട്. കേരളത്തിന് അനുകൂലമായ ഒരുപാട് കാര്യങ്ങളും ഉണ്ട്. പക്ഷെ നമ്മുടെ വാദം മാത്രം കേട്ട് തീരുമാനിക്കുമോ കോടതി? തമിഴ്നാടിന് പറയാനുള്ളതും കേൾക്കണ്ടേ? അപ്പോൾ ഇന്ന് നമ്മൾ റെഡി, സുപ്രീം കോടതിയിൽ റെഡി. തമിഴ്നാടിൻ്റെ വക്കീൽ ഒന്നിച്ച് പറയുകയാണ് ഇന്ന് എനിക്ക് സുഖമില്ല, ഞാൻ നാളെ പറയാം. ഉടനെ കോടതി അടുത്ത മാസത്തേക്ക് പോസ്റ്റ് ചെയ്യും. കേരള ഗവൺമെൻറ് ഒന്നിച്ച് പറയുകയാണ് ഞങ്ങൾക്ക് ഇന്ന് സൗകര്യമില്ല. സർക്കാരിന് സൗകര്യമില്ലെങ്കിൽ പിന്നെ കോടതിക്ക് എന്താ പ്രശ്നം? അഡ്ജേൺമെൻറ്റ്. ഞാൻ ഇപ്രാവശ്യം ഞാൻ പോയി സുപ്രീം കോടതിയിൽ പറയാമെന്ന് വിചാരിച്ചത്, ഞാനവിടെ ഇടിച്ചു കയറി മെൻഷൻ നടത്തി DY ചന്ദ്രചൂഡിനെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അദ്ദേഹത്തെ കൊണ്ട് ലിസ്റ്റിലിടാനുള്ള ഏർപ്പാടും ചെയ്ത് ഒരു കോർട്ട് ഓഫീസറെ എന്നെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി കോടതി നിയോഗിക്കുന്നുണ്ട്. ഞാൻ സുപ്രീം കോടതിയിലെ സകല പ്രോട്ടോക്കോളും റൂൾസ് ഓഫ് പ്രാക്ടീസും ഒക്കെ പരിഗണിക്കാതെ നേരെ ഇടിച്ചു കയറി പറഞ്ഞതാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല സുപ്രീം കോടതിയിൽ, ശരിയുമല്ല. ഒരു ലോയർ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ പ്രശ്നത്തിൻ്റെ തീവ്രത മനസ്സിലാക്കിയ DY ചന്ദ്രചൂഡ് എന്ന് വെച്ചാൽ ശ്രേഷ്ഠനായ ജഡ്ജി എൻ്റെ ആവശ്യം അംഗീകരിച്ചു, ലിസ്റ്റിലിട്ടു. എനിക്കത് പറയാൻ കഴിഞ്ഞില്ല. പിന്നീട് എനിക്ക് ഡെങ്കുപ്പനി പിടിച്ചിട്ട് ഞാൻ തിരിച്ച് കേരളത്തിലേക്ക് വരേണ്ടി വന്നു. അപ്പം ഞാൻ വിചാരിച്ചത് എന്താണെന്നറിയോ, ലിസ്റ്റിൽ വന്നെന്ന് വിചാരിക്കാം. ലിസ്റ്റിൽ വരുമ്പം സ്വാഭാവികമായിട്ടും കേരളത്തിൻ്റെ അഡ്വക്കേറ്റ് അല്ലെങ്കിൽ തമിഴ്നാടിൻ്റെ അഡ്വക്കേറ്റ് അങ്ങനെ പറയാറ്, അവർ മര്യാദ വിട്ട് പ്രവർത്തിക്കാറില്ല കേട്ടോ. എൻ്റെ അനുഭവം അതാണ്. അവർ ഫൈറ്റ് ചെയ്ത് ജയിക്കും, ഊളത്തരം കാണിച്ച് ജയിക്കാൻ അവർക്ക് താല്പര്യമില്ല. കേരളത്തിൻ്റെ വക്കീലെങ്ങാനും വന്ന് അഡ്ജേൺമെൻറ്റ് ചോദിച്ചാൽ ഞാൻ അങ്ങനെ പറയണമെന്ന് വിചാരിച്ചു. ദിസ് കോർട്ട് ഓഫ് ലോ ഈസ് എ കോർട്ട് ഓഫ് ആക്ഷൻ, നോട്ട് എ കോർട്ട് ഓഫ് അഡ്ജേൺമെൻറ്റ്. അതുകൊണ്ട് നോ മോർ അഡ്ജേൺമെൻറ്റ്സ്, മൈ കേസ് ഹാസ് ടു ബി കൺസിഡേർഡ് എന്ന് പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ
ഡെങ്കു തകർത്തു. ഇപ്പോൾ സാറിൻ്റെ ഈ ഒറ്റയാൾ പോരാട്ടം വിജയം കാണുന്നുള്ളൊരു പ്രതീക്ഷ സാറിനുണ്ടോ? തീർച്ചയായിട്ടും മുല്ലപ്പെരിയാർ ദൈവം പിടിച്ചു നിർത്തും. ഇതൊന്നും തകരാൻ പോകുന്നില്ല. ഞാൻ എൻ്റെ മുമ്പിൽ നിൽക്കുന്നതുകൊണ്ട് ദൈവം പിടിച്ചു നിർത്തുമെന്നാണെന്ന് വിചാരിക്കുന്ന ഒരു അന്ധവിശ്വാസിയാണ് ഞാൻ. അപ്പം മുല്ലപ്പെരിയാർ അണക്കെട്ട് ഡീകമ്മീഷൻ ചെയ്യുമ്പോൾ അതിൽ വാട്ടർ ഉണ്ടാവുമല്ലോ, അതിപ്പോൾ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? അത് ഓൾ ഓഫ് എ സഡൻ തുറന്നു വിട്ട് ഇതിലെ ചെളിയും വെള്ളവും ഒക്കെ പോട്ടെ എന്ന് വിചാരിക്കുന്ന പ്രോസസ്സല്ല. അത് സമയമെടുക്കും. കുറേശ്ശെ തുറന്നു വിട്ട് ഒരു തകർച്ചയിൽ ഉണ്ടാവാണ്ട് സൂക്ഷിച്ച് മെല്ലെ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അത് ചെയ്യാനായിട്ട് വിദഗ്ധരൊക്കെ കേരളത്തിൽ തന്നെയുണ്ട്. അതിന് നമ്മൾ വിദേശികളെ ആശ്രയിക്കേണ്ട കാര്യമൊന്നുമില്ല. അതവർ ഭംഗിയായിട്ട് ചെയ്തോളൂ. ഡീകമ്മീഷൻ ഒരു ഡേഞ്ചറസ് പ്രോസസ്സൊന്നുമല്ല, അത് സ്ലോലി അവർ ചെയ്തോളൂ. അതിന് വിഷയങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഡേഞ്ചറസ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഈ വെള്ളം ഒരു അളവിന് മുകളിലേക്ക് പോന്നു കഴിഞ്ഞാൽ ഡാമിന് പുറത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഡാം അടിയിൽ തെന്നി മാറി അങ്ങനെയൊന്നുമില്ല. ഡാമിന്റെ ഓവർഫ്ലോ ചെയ്താലോ ഡാം ഓവർഫ്ലോ ചെയ്താൽ, അല്ലാതെ ഡാം വീഴില്ല. വെള്ളം കുറഞ്ഞു ചെളി കുറഞ്ഞെന്ന് വിചാരിച്ചു ഡാമൊന്നും വീഴാൻ പോകുന്നില്ല. ഓവർഫ്ലോ ചെയ്താൽ വീഴും. അത് ഏത് ഡാമും വീഴും. എത്ര ശക്തിയോടെ ഉണ്ടാക്കിയ ഡാമാണെങ്കിലും ഓവർഫ്ലോ ചെയ്താൽ വീഴും, നിരങ്ങി നീങ്ങും, മറിഞ്ഞു വീഴും. ഇങ്ങനെ നിർത്തിയിരിക്കല്ലേ. അതായത് ഞാൻ പറയാം, ഈ അലമാരിയുടെ അടിയിൽ പിടിച്ച് വലിച്ചാൽ അതിങ്ങനെ നീങ്ങും. മുകളിൽ പിടിച്ച് തള്ളിയാലോ നിലംപതിക്കും. സിമ്പിൾ. അപ്പോൾ ഡാം ഇങ്ങനെ നിൽക്കുന്നു. മുകളിൽ ഓവർഫ്ലോ ചെയ്യാന്ന് വെച്ചാൽ മുകളിൽ വെള്ളം വന്നിട്ട് തള്ളുക. അപ്പോൾ മറിഞ്ഞു വീഴും. അപ്പം യാതൊരു ലാഭേച്ഛയും ഇല്ലാതെ ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് മലയാളികളുടെ ജീവന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. അപ്പം നമ്മളാൽ കഴിയുന്ന രീതിയിൽ അദ്ദേഹത്തിന് പിന്തുണ നൽകുക എന്നുള്ളത് നമ്മളുടെ ഓരോരുത്തരുടെയും ഒരു എന്താണ് പറയുക ആവശ്യമാണ്, അല്ലെങ്കിൽ ഉത്തരവാദിത്തമാണ്. അത് നമ്മൾ ചെയ്തേ പറ്റൂ. സാറിന് നമ്മുടെ ജനങ്ങളോട് ചെറിയ 1-2 വാക്കുകൾ എന്താണ് പറയാനുള്ളത് പ്രേക്ഷകരോട്? നിങ്ങൾ എന്നെ ഒറ്റയ്ക്ക് വിടരുത്, അതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ എൻ്റെ കൂടെ നിന്ന് ഫൈറ്റ് ചെയ്യണം. നിങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ എഴുതി വയ്ക്കാവുന്ന ഒരു കാര്യമുണ്ട്. കേരള സർക്കാരുകൾ മുല്ലപ്പെരിയാർ കേസിൽ അഡ്വക്കേറ്റ് റസൽ ജോയിയുടെ പെറ്റീഷനെ പിന്തുണയ്ക്കുക. അത് നിങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ എഴുതി വയ്ക്കാം, അല്ലെങ്കിൽ നാൽക്കാവലകളിൽ എഴുതി വയ്ക്കാം. ഒരു 100 രൂപയുടെ തുണി മേടിച്ച് ഇത് എഴുതി നിങ്ങൾക്ക് വലിച്ചു കെട്ടാവുന്നതേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ. കേരള സർക്കാരുകൾ അഡ്വക്കേറ്റ് റസൽ ജോയിയുടെ സുപ്രീം കോടതിയിലുള്ള മുല്ലപ്പെരിയാർ കേസിനെ പിന്തുണയ്ക്കുക. അതൊന്ന്. രണ്ടാമത്, ഇതിൽ ഒരു പ്രൈം മിനിസ്റ്ററിൻ്റെ ഇൻ്റർഫറൻസ് വരണം. അപ്പോൾ നമ്മുടെ നാട്ടിൽ 3.5 കോടി ജനങ്ങളുണ്ട്. 1.5 കോടി ആൾക്കാരുടെ ഒരു നിവേദനം പ്രധാനമന്ത്രി ശ്രദ്ധിക്കും. ഞാൻ അത്തരം ഒരു നിവേദനം change.org എന്ന ഗ്ലോബൽ പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രി മാത്രമല്ല, ലോക നേതാക്കൾ ശ്രദ്ധിക്കും, ലോക മാധ്യമങ്ങളും ശ്രദ്ധിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: എത്രയും പെട്ടെന്ന് 17 ലക്ഷം പേര് ഒപ്പിട്ട ഈ പെറ്റീഷൻ 1/2 കോടിയാക്കുക. കാരണം നമ്മൾ 3.5 കോടിയുണ്ട്. 3.5 കോടി ജനങ്ങളിൽ 1/2 കോടിക്കെങ്കിലും ആവശ്യമില്ലാത്തൊരു കാര്യം ആരെങ്കിലും ചെയ്യുമോ? അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ പെറ്റീഷൻ നമ്മുടെ ആവശ്യമാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ്, നമ്മുടെ കുഞ്ഞുമക്കളുടെ ഭാവിക്കും ജീവൻ നിലനിർത്താനും ആവശ്യമാണ്. സർവോപരി നാടിൻ്റെ ഭാഷ, സംസ്കാരം എല്ലാം നിലനിർത്താൻ ആവശ്യമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന കേരളത്തിലെ ജനങ്ങൾ, ഈ ചാനലിനെ കേൾക്കുന്ന കേരളത്തിലെ ജനങ്ങൾ ആത്മാർത്ഥമായിട്ട് ഈ change.org സേവ് കേരള ഫ്രം മുല്ലപ്പെരിയാർ ഡാം ഡിസാസ്റ്റർ എന്ന് ക്യാപ്ഷൻ കൊടുത്തിട്ടുള്ള അഡ്വക്കേറ്റ് റസൽ ജോയിയുടെ പെറ്റീഷനിൽ ഇമെയിൽ ID വെച്ചിട്ട് ഒപ്പിടണം. ചിലപ്പോൾ change.org എന്ന പ്ലാറ്റ്ഫോം ഡൊണേഷൻ ചോദിക്കാതെ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് ഒപ്പിടാവുന്നതേ ഉള്ളൂ. പിന്നെ അതിലൊരു ഷെയറിങ് ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങളുടെ ഫ്രണ്ട്സ്, സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും എല്ലാ രാജ്യക്കാർക്കും നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. ഞാൻ യൂറോപ്പിലായിരുന്നപ്പോൾ അവിടുത്തെ സായിപ്പന്മാർ വർദ്ധിച്ച ആവേശത്തോടെ ഒപ്പിട്ടിട്ടുള്ള ഒരു പെറ്റീഷനാണ് ഇത്. നമ്മുടെ പ്രിയങ്കരനായ ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ ഒപ്പിടുക മാത്രമല്ല, ഒരു പോസിറ്റീവ് കമൻറ്റും ഈ പെറ്റീഷനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ആ പെറ്റീഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ കാണാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒപ്പിടുക, മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്ത് ഒപ്പിടിയിപ്പിക്കുക. ഈ ചാനലിൽ ഏതായാലും അതിൻ്റെ QR കോഡും ലിങ്കും കിട്ടും. അത് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് ഒപ്പിടാം, അല്ലെങ്കിൽ ആ ലിങ്കിൽ പോയാലും നിങ്ങൾക്ക് ഒപ്പിടാം. നിങ്ങൾ ചുമ്മാ നിങ്ങളുടെ ഫോൺ എടുത്തിട്ട് ഗൂഗിളിൽ ചേഞ്ച് എന്ന് അടിച്ചാൽ തന്നെ ഈ പെറ്റീഷൻ വരും.
അപ്പോൾ നിങ്ങൾ ഒപ്പ് ചെയ്യണം. ഇത് നിങ്ങളുടെ ഒപ്പ് രക്ഷപ്പെടുത്തുന്നത് നമ്മുടെ നാടിനെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ കോടിക്കണക്കിന് ജനങ്ങളുടെ ജീവന് വേണ്ടിയിട്ടുള്ളൊരു പോരാട്ടമാണ്, വലിയൊരു പോരാട്ടമാണ്. വിജയത്തിലെത്തണമെന്ന് എല്ലാ മലയാളികളും ആഗ്രഹിക്കുന്ന ഒരു പോരാട്ടമാണ്. ഇത് രണ്ട് സംസ്ഥാനങ്ങളുടെ ആളുകളുടെ തെറ്റിദ്ധാരണകളൊക്കെ മാറ്റി അത് എത്രയും പെട്ടെന്ന് തന്നെ വിജയിക്കട്ടെ. സാറിൻ്റെ ഈ പോരാട്ടത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് കൂടെ ഉണ്ടാവുകയാണ്. ഒരുപാട് നന്ദി.